the General Service Conference. Appendix L, Resolutions Authorizing the General Service Conference. അതായത് ജനറൽ സർവീസ് കോൺഫറൻസിനെ അധികാരപ്പെടുത്തുന്ന പ്രമേയത്തെക്കുറിച്ചാണ്. പ്രമേയം, നയം. അപ്പോൾ resolutions offered by Bill W. and adopted at the 20th anniversary convention of AA in 1955. This resolution authorizes the General Service Conference to act for Alcoholics Anonymous and to become the successor to its co-founders. ഇപ്പൊ എന്താണ്, 1955 എയുടെ 20ാം വാർഷിക കൺവെൻഷനിൽ ബിൽ ഡബ്ല്യു ഇത് അവതരിപ്പിക്കുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഒരു പ്രമേയമാണിത്. ഈ പ്രമേയം ജനറൽ സർവീസ് കോൺഫറൻസിനെ ആൽക്കഹോളിക് അനോണിമസിന് വേണ്ടി പ്രവർത്തിക്കാനും സ്ഥാപകരുടെ ഔദ്യോഗിക പിൻഗാമിയായി മാറാനും അധികാരപ്പെടുത്തുന്നു. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ കോ-ഫൗണ്ടർ? എയുടെ കോ-ഫൗണ്ടർ യഥാർത്ഥത്തിൽ കോൺഫറൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ കോൺഫറൻസ് ആണ് യഥാർത്ഥത്തിലുള്ള കോ-ഫൗണ്ടേഴ്സ് ആയിട്ട് ബിൽ ഡബ്ല്യുവിനും ഡോക്ടർ ബോബിനും പകരമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോ ദ സക്സസ് ടു ഇറ്റ്സ് കോ-ഫൗണ്ടേഴ്സ്, അതായത് അവർക്ക് വേണ്ടിയിട്ട് സ്ഥാപകരുടെ ഔദ്യോഗിക പിൻഗാമിയായി മാറാനും അധികാരപ്പെടുന്നു. അവരുടെ പിൻഗാമി ആരാണ്? ഓരോ രാജ്യത്തെയും കോൺഫറൻസുകളാണ്. The number of the 20th anniversary conventions of Alcoholics Anonymous here assembled at St. Louis in July of the year 1955 declare our belief that our fellowship has now become of age and is entirely ready to assume full and permanent possessions of the three legacies of our AA inheritance, the legacies of recovery, unity, and services. We believe that the General Service Conference of Alcoholics Anonymous was created in 1951 by our co-founder Dr. Bob S. and Bill W. and authorized by trustees of the Alcoholic Foundation has now become entirely capable of assuming the guardianship of AA's traditions and of taking over of full guidance and control of the world service of our society, as provided in the third legacy manual of World Service, recently revised by our surviving co-founder Bill W. and of the General Service Board of Alcoholics Anonymous. We have also shared with approval Bill W.'s proposal that AA's General Service Conference should now become the permanent successor to the founder of Alcoholics Anonymous, inheriting from them all their former duties and special responsibilities, that avoiding in future time all possible striving for individual prestige or personal power, and also providing our society with the means of functioning on a permanent basis. അപ്പോ നമുക്കത് നോക്കാം. ഞങ്ങൾ 1955 ജൂലൈയിൽ സെന്റ് ലൂയിസിൽ ചേർന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 20ാം വാർഷിക കൺവെൻഷനിൽ പങ്കെടുത്ത അംഗങ്ങൾ നമ്മുടെ ഫെലോഷിപ്പ് ഇപ്പോൾ പക്വത കൈവരിച്ചതായും എയുടെ 3 പാരമ്പര്യങ്ങളായ വീണ്ടെടുപ്പ് അഥവാ റിക്കവറി, ഐക്യം അഥവാ യൂണിറ്റി, സേവനം അഥവാ സർവീസ് എന്നിവയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നുവെന്നും പ്രഖ്യാപിക്കുന്നു. 1951 സഹസ്ഥാപകന്മാരായ ഡോക്ടർ ബോബ് എസും ബിൽ ഡബ്ല്യുവും ചേർന്ന് രൂപീകരിച്ച ജനറൽ സർവീസ് കോൺഫറൻസ് ഇപ്പോൾ എയുടെ 12 പാരമ്പര്യങ്ങളുടെ സംരക്ഷകനായും ലോക സേവനങ്ങളുടെയും മാർഗനിർദ്ദേശകനായും ജനറൽ സർവീസ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും പൂർണ്ണമായി യോഗ്യതയായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ ജനറൽ സർവീസ് കോൺഫറൻസ് ഇനി മുതൽ എയുടെ സ്ഥാപകരുടെ സ്ഥിരം പിൻഗാമിയായി പ്രവർത്തിക്കണമെന്ന ബിൽ ഡബ്ല്യുവിന്റെ നിർദ്ദേശത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇതിലൂടെ വ്യക്തിപരമായ പ്രശസ്തിക്കോ അധികാര മത്സരങ്ങൾക്കോ അവസരം ഇല്ലാതാക്കുകയും എയുടെ സേവന പ്രവർത്തനങ്ങൾക്ക് സ്ഥിരത ഉറപ്പുവരുത്തുകയും ചെയ്യും. അതിനുള്ള താഴെ പറയുന്ന പ്രമേയം അംഗീകരിക്കുന്നു. 1955 ജൂലൈ 3 മുതൽ ജനറൽ സർവീസ് കോൺഫറൻസ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങളുടെ സംരക്ഷകർ ആയിരിക്കും. എയുടെ ലോക സേവനങ്ങളുടെ തുടർച്ച ഉറപ്പാക്കുന്ന സ്ഥാപനമായി മാറും. മുഴുവൻ ഫെലോഷിപ്പിന്റെയും ഗ്രൂപ്പ് മനസാക്ഷിയുടെ, ഗ്രൂപ്പ് കോൺഷ്യൻസിന്റെ ശബ്ദമായിരിക്കും കോൺഫറൻസ്. സഹസ്ഥാപകരായ ഡോക്ടർ ബോബിന്റെയും ബിൽ ഡബ്ല്യുവിന്റെയും ഏക ഔദ്യോഗിക പിൻഗാമിയായിരിക്കും. കൂടാതെ ഇത് മനസ്സിലാക്കപ്പെടണം, 12 പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ 12 ട്രഡീഷൻസ് be it thereof resolved that the General Service Conference Alcoholics Anonymous should become, as of this date, July 3, 1955, the guardian of the tradition of Alcoholics Anonymous, the perpetuators of the world service of our society, the voice of the group conscience of our entire fellowship, and the sole successors of its co-founders, Dr. Bob and Bill. And it is understood that neither the 12 traditions of Alcoholics Anonymous nor the warranties of Article 12 of the conference charter shall ever be changed or amended by the General Service Conference, except by first asking the consent of the registered AA groups of the world. This would include all AA groups known to the General Service offices around the world. These groups shall be suitably
notified of any proposal for change and shall be allowed no less than 6 months for considerations thereof, and before any such conference action can be taken, there must first be received in writing within the time allotted the consent of at least 3/4 of all those registered groups who respond to such a proposal. അപ്പോ നമ്മൾ പറഞ്ഞു കൂടാതെ ഇത് മനസ്സിലാക്കപ്പെടണം. ബി ഇറ്റ് ഫോർ റിസോൾവ്ഡ് 12 പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ 12 ട്രഡീഷൻസ് അല്ലെങ്കിൽ കോൺഫറൻസ് ചാർട്ടറിലെ ആർട്ടിക്കിൾ 12 ഉറപ്പുകൾ, വാറണ്ടീസ് എന്നിവയുടെ അല്ലെങ്കിൽ ഉറപ്പുകൾ എന്നിവയിൽ മാറ്റം വരുത്തുകയോ ഭേദഗതി ചെയ്യുകയോ ചെയ്യുന്നതിന് മുമ്പ് ലോകമെമ്പാടുമുള്ള രജിസ്റ്റർ ചെയ്ത ഗ്രൂപ്പുകളുടെ സമ്മതം തേടേണ്ടതാണ്. എന്തെങ്കിലും വാറണ്ടീസിലോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 12 ഉറപ്പുകൾക്കോ 12 പാരമ്പര്യങ്ങളോ എന്തെങ്കിലും മാറ്റണമെങ്കിൽ ലോകമെമ്പാടുമുള്ള രജിസ്റ്റർ ചെയ്ത എല്ലാ ഗ്രൂപ്പുകളുടെ സമ്മതം തേടേണ്ടതാണ്. മാറ്റത്തിനുള്ള നിർദ്ദേശം എല്ലാ ഗ്രൂപ്പുകളെയും യോജിച്ച രീതിയിൽ അറിയിക്കുകയും വേണം. ഓരോ ഗ്രൂപ്പിനും നിർദ്ദേശം പരിഗണിക്കാൻ കുറഞ്ഞത് 6 മാസത്തെ സമയം നൽകണം. നിശ്ചിത സമയത്തിനുള്ളിൽ പ്രതികരിക്കുന്ന രജിസ്റ്റർ ചെയ്ത ഗ്രൂപ്പുകളിൽ കുറഞ്ഞത് 4/3 ഗ്രൂപ്പുകളുടെ എഴുത്തുപരമായ സമ്മതം ലഭിച്ച ശേഷമേ കോൺഫറൻസിന് അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ പാരമ്പര്യത്തിലോ നമ്മുടെ വാറന്റീസിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് 4/3 ഭൂരിപക്ഷം വേണം. അത് എഴുത്തുപരമായ സമ്മതം ഗ്രൂപ്പിന് വേണം. അതിനുശേഷമേ കോൺഫറൻസിന് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഗ്രൂപ്പുകൾ കോൺഫറൻസുമായിട്ടുള്ളത്. അപ്പൊ രജിസ്റ്റർ ചെയ്ത ഗ്രൂപ്പുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പുകളും GSOയിൽ രജിസ്റ്റർ, അതാത് രാജ്യത്തെ GSOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഔദ്യോഗിക ഗ്രൂപ്പ് ആണെങ്കിൽ അവരതിന് സമ്മതം കൊടുത്തിട്ടുമുണ്ട്. അടുത്തത് കുറച്ച് ഫുട് നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്, കുറിപ്പുകൾ. നൗ കോൾഡ് ദ AA സർവീസ് മാനുവൽ. ഇപ്പോൾ ഇതിനെ AA സർവീസ് മാനുവൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോ AA സർവീസ് ദ റെസൊല്യൂഷൻസ് ഓതറൈസേഷൻ സർവീസ് കോൺഫറൻസ്, അതിനകത്ത് AA സർവീസ് മാനുവൽ നൽകും. പിന്നീട് ബിൽ W 1971 ജനുവരി 24 അന്തരിച്ചത്. റെസൊല്യൂഷൻ, പ്രമേയം 1976 ജനറൽ സർവീസ് കോൺഫറൻസിൽ തീരുമാനിച്ചതനുസരിച്ച് ഭേദഗതി ചെയ്യുന്നതിനായി 4/3 ഗ്രൂപ്പുകളുടെ സമ്മതം ആവശ്യമായ രേഖകളിൽ AAയുടെ 12 സ്റ്റെപ്സ് ഉൾപ്പെടും. അതായത് 12 പടികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ലോകമെമ്പാടുമുള്ള ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ അതാത് ജനറൽ സർവീസ് കോൺഫറൻസിന്റെ ഗ്രൂപ്പുകളുടെ 4/3 ഗ്രൂപ്പുകളുടെ സമ്മതം ആവശ്യമായ കാര്യത്തിൽ 12 പടികൾ ഉൾപ്പെടും. ഭാവിയിൽ അത്തരത്തിലുള്ള മാറ്റം നിർദ്ദേശിക്കപ്പെട്ടാൽ അത് 1976 ജനറൽ സർവീസ് കോൺഫറൻസിൽ തീരുമാനിച്ചതാണ്. 4-മത്തെ കാര്യം, ബില്ല് രജിസ്റ്റേർഡ് എന്ന പദം ഉപയോഗിക്കുന്നു. AA വേൾഡ് സർവീസ് ഏതൊരു AA ഗ്രൂപ്പിന്റെയോ പ്രവർത്തനങ്ങളെയോ രീതികളെയോ നിരീക്ഷിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ചെയ്യുന്നില്ല. അതായത് AA വേൾഡ് സർവീസിന് ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിലോ രീതികളിലോ നിയന്ത്രിക്കുന്നതോ പങ്കില്ല. ഗ്രൂപ്പുകൾ ലിസ്റ്റ് ചെയ്യുന്നതിന് ശരിയായ ആശയവിനിമയം ഉറപ്പാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അപ്പോ അടുത്ത ഭാഗം, വി ഫർദർ അണ്ടർസ്റ്റാൻഡ് that as provided in Article 12 of the conference charter, the conference binds itself to the Society of Alcoholism by the following means: that in all its proceedings, the General Service Conference shall observe the spirit of the AA traditions, taking great care of that the conference never become the seat of perilous wealth or power, that sufficient operating funds plus an ample service by its prudent financial principle, that none of the conference members shall ever be placed in positions of unqualified authority over any of the others, that all important decisions be reached by discussions, vote, and whenever possible by substantial anonymity, that no conference action ever be personally punitive or an incitement to public controversy, that though the conference may act in the service of Alcoholics Anonymous and may traditionally direct its world service, it shall never enact laws or regulations binds on AA as a whole or upon any AA group or members thereof, nor shall it perform any other such acts of government, and that like the Society of Alcoholics Anonymous which it serves, the conference itself will always remain democratic in its thought and action. This resolution was adopted by the convention by acclamations and the conference by formal resolution by vote. St. Louis, Missouri, July 3, 1955. അപ്പോൾ വി ഫർദർ അണ്ടർസ്റ്റാൻഡ്, ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നത് കോൺഫറൻസ് ചാർട്ടറിലെ ആർട്ടിക്കിൾ
12 പ്രകാരം ജനറൽ സർവീസ് കോൺഫറൻസ് താഴെ പറയുന്ന രീതിയിൽ ആൽക്കഹോളിക് അനോണിമസ് സമൂഹത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. കോൺഫറൻസ് തന്റെ എല്ലാ നടപടികളിലും പാരമ്പര്യങ്ങളുടെ ആത്മാവിനെ പരിപാലിക്കണം. പ്രത്യേകിച്ച് കോൺഫറൻസ് ഒരിക്കലും അപകടകരമായ സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ കേന്ദ്രമായി മാറരുത്. പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനവും മതിയായ കരുതൽ നിധിയും ഉൾപ്പെടുന്ന വിവേകപൂർണ്ണമായിട്ടുള്ള സാമ്പത്തിക തത്വം പിന്തുടരണം. കോൺഫറൻസിലെ ഒരു അംഗത്തിന് മറ്റുള്ളവരെക്കാൾ പരിമിതിയില്ലാത്ത അധികാരം ലഭിക്കരുത്. എല്ലാ പ്രധാന തീരുമാനങ്ങളും ചർച്ചയിലൂടെയും വോട്ടെടുപ്പിലൂടെയും സാധ്യമെങ്കിൽ ഗണ്യമായ ഏകകണ്ഠതയോടെ എടുക്കണം. കോൺഫറൻസിന്റെ ഒരു നടപടിയും വ്യക്തിപരമായി ശിക്ഷിക്കാനോ പൊതുവിവാദങ്ങൾ സൃഷ്ടിക്കാനോ ഉപയോഗിക്കരുത്. കോൺഫറൻസ് എയുടെ സേവനത്തിനായി പ്രവർത്തിക്കാനും ലോക സേവനങ്ങൾ നയിക്കാനും കഴിയുന്നുവെങ്കിലും മുഴുവനായോ ഏതെങ്കിലും ഗ്രൂപ്പോ അംഗമോ ബാധിക്കപ്പെടുന്ന വിധത്തിൽ നിയമങ്ങളോ ഭരണനിർദ്ദേശങ്ങളോ ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരിക്കലും ഒരു ഭരണ സംവിധാനമായി പ്രവർത്തിക്കരുത്. താൻ സേവിക്കുന്ന സമൂഹത്തെ പോലെ തന്നെ കോൺഫറൻസ് എല്ലായ്പ്പോഴും ജനാധിപത്യപരമായ ചിന്തയിലും പ്രവർത്തനത്തിലും നിലനിൽക്കണം. ഈ പ്രമേയം കൺവെൻഷനിൽ ഏകകണ്ഠമായി അംഗീകരിക്കപ്പെട്ടു. സ്ഥലം സെന്റ് ലൂയിസ്, മിസോറി. തീയതി 1955 ജൂലൈ 3, 1955 ജൂലൈ 3 ഈ പ്രമേയം അവതരിപ്പിച്ചത്. അപ്പൊ കോൺഫറൻസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്രമേയമാണെന്ന് അവിടെ അംഗീകരിക്കപ്പെട്ടത്.